സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, 50 വർഷങ്ങൾക്ക് മുമ്പ് രോഗിയായിട്ട് വന്നപ്പോൾ ഒരു രോഗിക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങി. അന്നു മുതൽ ഈ പാവങ്ങളായ രോഗിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിച്ചു, ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. ധാരാളം മെഡിക്കൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൻ്റെ ആരംഭകാലത്തുള്ളവർ ഒത്തിരി സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് സഹായങ്ങൾ കിട്ടി. ഒറ്റയ്ക്ക് നടന്ന് ഒത്തിരി വീടുകളിൽ കൂടെ നടന്നു, ഒത്തിരി പേര് കൂടി സഹായിച്ചു, ചോറ് കൊണ്ട് കൊടുത്തു. അന്ന് മുതൽ ആഗ്രഹമായിരുന്നു ഈ ആശുപത്രി, പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സഹായിക്കാനായിട്ട്. ഇന്ന് നമുക്ക് 5000-ലും പേർക്ക് നല്ല ചോറും കറിയും ചൂടുവെള്ളവും കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ആശുപത്രി, ജില്ലാ ആശുപത്രി, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, ഏതാണ്ട് 50-ലധികം ആളുകൾ നമുക്ക് ഈ ഭക്ഷണം പാചകപ്പെടുത്താനും വിളമ്പി കൊടുക്കാനും നമ്മളെ സഹായിക്കുന്നു. 1,00,000 രൂപയുടെ ചെലവ് വരുന്നു. ഒത്തിരി സന്മനസ്സുള്ള ആളുകൾ സഹായിക്കുന്നു. കോട്ടയത്തെ കച്ചവടക്കാർ പൈസ ഇല്ലാതെ വരുമ്പം അരിയും പച്ചക്കറിയും കടം തന്നെ സഹായിക്കുന്നു. പള്ളികളിൽ നിന്ന് അരിയും പച്ചക്കറിയും തന്നെ സഹായിക്കുന്നു. ഒത്തിരി ആളുകളുടെ സഹായങ്ങൾ കൊണ്ട് ഇന്ന് 5000-ലധികം ആളുകൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും സത്യമായ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ 2 സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതിലൊരു സ്ഥലത്തെ മനുഷ്യരെപ്പോഴും കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് ആഹാരത്തിന് വഴിയില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല, മരുന്നിന് മാർഗമില്ല എന്ന് കരയുമ്പോൾ വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഇവരെ കാണാതെ ചില മനുഷ്യരെന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളെ സഹായിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2 പേരുടെ പ്രാർത്ഥന 2 സ്ഥലത്തിരുന്ന് ദൈവം കേൾക്കുമ്പോൾ ആ 2 പേരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അത് നിറവേറ്റി കൊടുക്കും. അതാണ് നമ്മുടെ എല്ലാവരുടെയായ ദൈവവിശ്വാസത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഇന്നും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന കോട്ടയത്തുള്ള നമ്മുടെ എല്ലാവരുടെയുമായ നവജീവന്റെ ശുശ്രൂഷകളൊക്കെയും. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും നമ്മളെയും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരന്മാരെ, മാതാപിതാക്കളെ, പാവങ്ങളായ വിശക്കുന്ന രോഗികൾ, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രിയിൽ കഴിയുന്നവർ, ലക്ഷം വീട്ടിൽ കഴിയുന്നവർക്കെല്ലാം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു നേരത്തെ മരുന്ന് കൊടുക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. സങ്കടം പറയുന്നവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരവും നമുക്ക് നഷ്ടപ്പെടുത്തരുത്. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ മരുന്ന്, ഒരു ആശ്വാസ വാക്കുകൾ കൊടുക്കുക. എപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥനയിൽ നിറഞ്ഞ് പാവങ്ങളെ സ്നേഹിക്കാൻ, പാവപ്പെട്ടവന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടായിത്തീരുക. തീർച്ചയായിട്ടും ആ ആഗ്രഹം ദൈവം നിറവേറ്റി തരുന്ന ഒരു സത്യമാണ് നമ്മുടെ നവജീവനിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നവജീവനിൽ ദൈവം നിറവേറ്റുന്ന സത്യമായ ഒരു ശുശ്രൂഷയാണ് കാണുന്നതെല്ലാം. ഒത്തിരി ആളുകളെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് ഇന്ന് ഒരുക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾക്കൂടെ ദൈവം പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ലോക ജീവിതത്തിലെ അല്പകാലത്തെ ഈ ജീവിതം കൊണ്ട് നമുക്ക് അനേകരുടെ വിശപ്പടക്കാനും ആശ്വാസം കൊടുക്കാനും അനേകരുടെ ജീവിതത്തിലേക്ക് നമുക്ക് നല്ല വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും കഴിയണം. അതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയും നാട്ടുകാരുടെയും അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിനും ഒത്തിരി പാവപ്പെട്ട മനുഷ്യരും എല്ലാം ഇന്ന് നമ്മുടെ നവജീവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോറിക്ഷക്കാർ, വഴിയിലിട്ട് മീൻ കച്ചവടം നടത്തുന്നവർ, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവർ, എല്ലാവരുടെയും അരിയാണ് ഇവിടെ പാചകപ്പെടുത്തി നമുക്ക് ഇല്ലാത്തവർക്ക്, വിശക്കുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. സ്നേഹം നിറഞ്ഞ ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഓരോ അപ്പനും അമ്മയ്ക്കും വേണ്ടി എനിക്ക് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ ഒരു വലിയ ശ്രമം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടരാം. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള അനുഗ്രഹം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ദേശത്തിനും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും അതിൻ്റെ അനുഗ്രഹങ്ങൾ വ്യാപിച്ച് പടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ആയിത്തീരാൻ ജന്മജന്മാന്തരങ്ങളിലൂടെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഈ സ്നേഹം, ഈ കരുണ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു നല്ല ജീവിതം സമൂഹത്തിന് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ എന്ന് നിങ്ങളോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകട്ടെ എന്ന് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ നന്ദി. സ്നേഹം പ്രകാശിക്കട്ടെ.